ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പം ഇന്നൊരു വ്യാഴാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകാം കേട്ടോ. അവിടെ നിന്ന് ഉപ്പാൻ്റെ ആണ്ട് മോളുത്തുണ്ട് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകാം കേട്ടോ. പക്ഷേ എൻ്റെ ഉമ്മാൻ്റെ വീടും അതേപോലെ എന്നെ കല്യാണം കഴിച്ച വീടും എൻ്റെ വീടും എല്ലാം ഒരു സ്ഥലത്താട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് വാഹനത്തിൽ പോകേണ്ട ഒരു നിർബന്ധമില്ല കേട്ടോ. കാൽനട യാത്ര മതി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാം കേട്ടോ. ഇനി അവിടെ ചെന്നിട്ട് പക്കിക്കണം. അപ്പോൾ ഞങ്ങളൊരു 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടാവും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മാൻ്റെ കുടുംബത്തിൽ അധിക പേരും ബന്ധുക്കളായിട്ടുള്ള എല്ലാവരും ഒരു സ്ഥലത്താട്ടോ. 1-2 പേര് മാത്രമേ കേട്ടോ വിട്ടു പോയിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാവരും ഒരേ സ്ഥലത്താണ് കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങളെ ഉമ്മാൻ്റെ വീട്, അതായത് ചെറിയ മാമൻ്റെ വീടാണ് കേട്ടോ ഇത്. അപ്പോൾ അകത്തെല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോകാം. ഇങ്ങനെ മൗലൂദ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് കേട്ടോ എല്ലാവരും ഒന്നിച്ച് കൂടാറ്. പിന്നെ ഞങ്ങൾ രണ്ടാമത്തെ മാമൻ്റെ വീട്ടിൽ പോയിട്ടോ. പിന്നെ അവിടെ പശുക്കളുണ്ട് കേട്ടോ. അപ്പോൾ പശുക്കളെ കളിപ്പിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ അവിടെ ഒരു മൾബറിയുടെ മരം ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും ആ മൾബറി മരത്തുമ്പോൾ പൊതിഞ്ഞു എന്ന് പറയാം കേട്ടോ. ബ്ലാക്ക് കളറായത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആദ്യമൊന്നും ആരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മൗലൂദൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാട്ടോ മൾബറിയുടെ കാര്യം എല്ലാവർക്കും ഓർമ്മ വന്നിട്ട് പിന്നെ എല്ലാവരും ആ മൾബറിയുടെ പിന്നാലെ നടക്കുകയായിരുന്നു. ഇവിടെ കുറേ മൾബറീസ് ഉണ്ട് ഗൈസ്. കൊരങ്ങൻ കാണുന്നുണ്ടോ? ഞാൻ അതിനകത്ത് ഇഷ്ടം പോലെ പറിച്ചതാടി. കുട്ടികളായി എന്താ സംഭവം അറിയില്ല. അറിഞ്ഞാ ചെലപ്പോ മൾബറി അവിടെ ഉണ്ടെന്ന് പറഞ്ഞതും പിന്നെ ആ മൾബറിനെ എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ കണ്ടത്. അതിൽ ബ്ലാക്ക് കളറായത് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. രക്ഷയില്ല, നാച്ചുറൽ ആയിട്ടുള്ളതല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. പിന്നെ അവിടെ വന്ന് നോക്കുമ്പോൾ 4-5 ആളിരുന്ന് നന്നായിട്ട് കത്തി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. തല്ലി മറിക്കാനോ. പിന്നെ ഇതാ ഫുഡ് ഇതവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഫുഡ് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാം കേട്ടോ. വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ടാണെന്നറിയില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായി ഇരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ കുട്ടികളുടെ കൂടെ ഞങ്ങളാണ് ഇരുന്നു കേട്ടോ. നല്ല വിശപ്പും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല ചൂടും ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ 2-3 ദിവസമായിട്ട് ഭയങ്കര ചൂടാണ്. നിങ്ങളവിടെയൊക്കെ ചൂടുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. രക്ഷയില്ലാത്ത ചൂടാണ്. നല്ല വെള്ളത്തിൽ നിന്ന് എണീക്കാനേ തോന്നില്ല, അത്രയും ചൂടാട്ടോ. അപ്പോൾ നല്ല ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം സിറ്റ് ഔട്ടിൽ ഇരുന്ന് കത്തി വെച്ചിട്ടോ. എല്ലാവരും നന്നായിട്ട് കത്തി വെച്ച് തല്ലി മറിച്ചിട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ കൂടുമ്പോഴാട്ടോ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കിട്ടുക. പിന്നെ എല്ലാവരും കുറേ സമയം സംസാരിച്ചിരുന്നു. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നിട്ട് 7up കൊണ്ടുവരാൻ അങ്ങനെ തള്ളി വിടുന്നു കേട്ടോ. അപ്പോൾ 7up ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിപ്പാൻ്റെ വകയാണ് അറിയുന്നു. ആരെ വക ആയിക്കോട്ടെ, നമുക്ക് 7up കിട്ടിയില്ല. അപ്പോൾ 7up എല്ലാവർക്കും കേട്ടോ. 7up മാത്രമല്ല കേട്ടോ, പെപ്സി ഒന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. കുറച്ച് 7up കുടിച്ചു. ക്ലാസ് ക്ലാസ്
അതാ എന്റെ കുട്ടി കൊടുക്കല് എന്റെ കുട്ടി ഏതേലും ഒന്ന് കുടിച്ചു പിന്നെ ഒരു ബഹളം എന്നിട്ടോ സെവനപ്പിൻ്റെ ഒരു തിരക്കായിരുന്നു. അങ്ങനെ എല്ലാവർക്കും സെവനപ്പൊക്കെ കൊടുത്ത് പിന്നെ കുറച്ച് നേരം കൂടി എല്ലാവരും കൂടി ഒന്ന് സംസാരിച്ചിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് കേട്ടോ ഉമ്മാൻ്റെ ഉമ്മ. അപ്പോൾ ഉമ്മാൻ്റെ ഉമ്മയും ഉമ്മാൻ്റെ എല്ലാ മക്കളും ഒത്തുകൂടിയൊരു ദിവസമാണ് കേട്ടോ. പേരക്കുട്ടികൾ ഇനിയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയാലൊരു തിരക്കാണ് കേട്ടോ. പിന്നെ അതാ വീട്ടിലെത്തിയിട്ട് ആ മൾബറി ബ്ലാക്ക് തിരഞ്ഞെടുത്ത് തിന്നേന്ന് കേട്ടോ ഞാൻ. അപ്പോൾ അത് നല്ലൊരു ദിവസമാണ് കേട്ടോ. എല്ലാവരും ഒത്തുകൂടിയ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.